ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ആണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഏതൊക്കെ ലെയേഴ്സ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഞാൻ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ വി ക്യാൻ സേ ലൈക്ക് അറ്റ്മോസ്ഫിയർ ഈസ് ഡിവൈഡഡ് ഇൻടു 4 ലെയേഴ്സ്. അപ്പോൾ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിന്റെ ലെയേഴ്സ് 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, അതിനുശേഷം മീസോസ്ഫിയർ, പിന്നീട് എന്താണ്? തെർമോസ്ഫിയർ. സോ ഈ 4 അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിന്റെ കാറ്റഗറീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി കമ്മിങ് ടു ട്രോപ്പോസ്ഫിയർ. എന്താണ് ട്രോപ്പോസ്ഫിയർ? നമ്മുടെ ഈ ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം ഇതിനകത്ത് ക്ലിയർ ആണ്. എന്ത്? നമ്മുടെ എർത്ത് സർഫസിന് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ലെയർ ആണ് എന്ത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. And one more thing, this is the dense part. Atmospheric layer'ൽ ഏറ്റവും dense part ഏതാണ്? Troposphere ആണ്. അപ്പോൾ we can say like this is the bottom dense part of the atmosphere. അപ്പോൾ bottom dense part നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Troposphere എന്ന് പറയുന്നത്, which is situated close to the ground. അത് മാത്രമല്ല, it occupies about 70% of the mass. അറ്റ്മോസ്ഫിയറിന്റെ ടോട്ടൽ മാസ് എടുക്കുവാണെങ്കിൽ അതിന്റെ 70% ഏത് വരും? ട്രോപ്പോസ്ഫിയർ വരും. And it extends to 11 kilometer from the surface of ground. അപ്പൊ നമുക്ക് അത് അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് എത്രയാണ്? എർത്തിന്റെ സർഫസിൽ നിന്നും 11 kilometers ആണ്. ഇനി ഈ ഒരു ലെയേഴ്സിൽ സാധാരണഗതിയിൽ ക്ലൗഡ്സ്, സ്റ്റോംസ്, ഫോഗ് ആൻഡ് ഹേസ് ഒക്കെ കാണപ്പെടാറുണ്ട്. ഇനി എന്താണ് ഹേസ്? ബാക്കി 3 ടേംസും ഫെമിലിയർ ആയിരിക്കും. ഇനി ഹേസ് എന്തായിരിക്കും? Dust particles. It's a type of mist. Mist പോലെ തന്നെയാണ്, but it may be formed by the solid dust particles. So അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഹേസ് എന്ന് പറയണത്. ഇനി ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആസ് ദ ഹൈറ്റ് ഇൻക്രീസസ്, അതായത് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ലെയറിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ഇങ്ങനെ ഡിക്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെയാണ്, അതായത് ദ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ദ ലാപ്സ് റേറ്റ്. ഇനി ഈ ഒരു ട്രോപ്പോസ്ഫിയറിന് കറസ്പോണ്ടിങ്, അതായത് ഒരു 11 kilometers എത്തുമ്പോഴത്തേക്കും ഇതിന് ഒരു ബോർഡർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലെയർ ഉണ്ടാവും which acts as a boundary to troposphere, and that boundary line or the border line is known as the tropopause, which acts like a lid over troposphere. ഇനി ഈ ഒരു ട്രോപ്പോപോസ് എത്തുമ്പോഴത്തേക്കും നമുക്ക് നോക്കുവാണെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ ഇറ്റ് സ്റ്റോപ്സ് ഡിക്രീസിങ് വിത്ത് ഹൈറ്റ്. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞേ? ട്രോപ്പോസ്ഫിയറിലെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. ടിൽ എവിടം വരെ? ആ ട്രോപ്പോപോസ് എത്തുന്നോടം വരെ. ട്രോപ്പോപോസിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഡിക്രീസ് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി എന്തായി? അത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൽ വരുന്നത്, ട്രോപ്പോസ്ഫിയറിൽ വരുന്നത്. അടുത്ത അറ്റ്മോസ്ഫിയറിക് ലെയർ ഏതാന്ന് നോക്കുവാണെങ്കിൽ സ്ട്രാറ്റോസ്ഫിയർ ആണ്. അപ്പൊ നമ്മൾ 4 കാറ്റഗറീസ് പറഞ്ഞിരുന്നുവല്ലോ. അതിൽ ട്രോപ്പോസ്ഫിയർ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വരുന്ന ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. അപ്പൊ ഇനി എന്താണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് നോക്കാം. അപ്പൊ ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള ലെയറിനെയാണ് നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സംവാട്ട് എ ക്ലിയർ ലെയർ. ഇറ്റ്സ് എ ക്ലിയർ ലെയർ which is placed അല്ലെങ്കിൽ which is seen above troposphere ആണ്. Okay, and it extends to a height of 50 kilometers from the earth surface. എർത്തിന്റെ സർഫസിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് എ ക്ലിയർ ലെയർ. അപ്പൊ ക്ലിയർ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് ക്ലൗഡ്സോ സ്റ്റോംസോ ഡസ്റ്റോ ഇതൊന്നും കാണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പയർഡ് ടു ട്രോപ്പോസ്ഫിയർ ഈ ക്ലൗഡ്സിന്റെയും സ്റ്റോംസിന്റെയും ഡസ്റ്റിന്റെയും ഒക്കെ ഇന്റൻസിറ്റി എന്താണ്? കുറവാണ്. സോ ക്ലൗഡ്സ് ഒന്നും കാണാത്തതിന്റെ റീസൺ തന്നെ ബിക്കോസ് വാട്ടർ വേപ്പർ കണ്ടന്റ് ഈസ് ആബ്സെന്റ് ഇൻ സ്ട്രാറ്റോസ്ഫിയർ. ഇനി ഈ ഒരു സ്ട്രാറ്റോസ്ഫിയറിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു സ്ട്രാറ്റോസ്ഫിയറിലാണ് വേറൊരു ഇമ്പോർട്ടന്റ് ലെയർ ഓസോണോസ്ഫിയർ എന്ന് പറയുന്ന ലെയർ കാണപ്പെടുന്നത്. ഇനി എന്താണ് ഈ ഓസോണോസ്ഫിയർ? അതെന്ന് പറയുന്നത് നമ്മുടെ ഓസോൺ ലെയർ ആണ്. ഓസോൺ ആണല്ലോ O3 എന്ന് പറയുന്നത്. സോ ഓസോൺ ലെയർ ഈസ് ഫൗണ്ട് ഇൻ ദിസ് റീജിയൻ. ഇനി
ഓസോൺ ലെയറിന്റെ ഒരു പ്രത്യേകത എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഓസോൺ എന്ത് ചെയ്യും? നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന ഹാർംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ് ഉണ്ടല്ലോ, എസ്പെഷ്യലി അൾട്രാ വയലറ്റ് റേഡിയേഷൻസ്, അത് ഭൂമിയിൽ എത്തുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നതാണ് എന്ത്? ഓസോൺ ലെയർ എന്ന് പറയുന്നത്. സോ ഓസോൺ ലെയർ എന്ത് ചെയ്യും? ഈ UV റേഡിയേഷൻസ് അബ്സോർബ് ചെയ്തിട്ട് അതിനെ ഈ പറയുന്ന ഭൂമിയിലേക്ക് എത്തുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യും. ഓക്കെ, സോ ദിസ് UV റേഡിയേഷൻസ് ആർ ഹാർംഫുൾ റേഡിയേഷൻസ്, thereby it protects the life. ഇനി ഈ ഓസോൺ കാണപ്പെടുന്നത് ഗ്രൗണ്ടിൽ നിന്നും, ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രാറ്റോസ്ഫിയർ 50 കിലോമീറ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഓസോൺ ലെയറിന്റെ മാക്സിമം കോൺസെൻട്രേഷൻ കാണപ്പെടുന്നത് എവിടെയാണ്? 22 കിലോമീറ്റേഴ്സ് ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ ഒരു 22 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും 22 കിലോമീറ്റർ എബവ് ആയിട്ടാണ് ഓസോണിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത്. സോ അവിടെയാണ് ഓസോൺ ലെയറിന്റെ മാക്സിമം കോൺസെൻട്രേഷൻ കാണപ്പെടുന്നത്. ഇനി ഈ ഒരു ഓസോൺ ലെയറിൽ കാണപ്പെടുന്ന മാക്സിമം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് 10 parts per million. ഇനി as the height increases, അതായത് 22 കിലോമീറ്റേഴ്സിൽ നിന്ന് 50ലേക്ക് അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് ഓസോണിന്റെ കോൺസെൻട്രേഷൻ, ഓസോൺ ലെയറിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. ആ ഓസോൺ ലെയറിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വേരീസ് ഫ്രം 2 to 8 ppm. അപ്പൊ ഇനി ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്താന്ന് നോക്കിയാൽ, നമ്മൾ നേരത്തെ ട്രോപ്പോസ്ഫിയറിൽ പറഞ്ഞു ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പക്ഷെ സ്ട്രാറ്റോസ്ഫിയറിൽ എന്ത് സംഭവിക്കും? ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഇനി ഇതിനകത്ത് വേറൊരു പെക്യുലർ ഫീച്ചറും കൂടെ ഉണ്ട്. സാധാരണഗതിയിൽ എല്ലാ എയർക്രാഫ്റ്റും ട്രാവൽ ചെയ്യാൻ അല്ലെങ്കിൽ അത് റൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഈ എന്തുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ്സിനൊക്കെ ഈ പറയുന്ന പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നു, സ്ട്രാറ്റോസ്ഫിയർ യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രാറ്റോസ്ഫിയറിന്റെ ഒരു പ്രത്യേകത ഇതാണ്. ഇതിനകത്ത് നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ വിൻഡിന്റെ മൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഈ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഒരു പെക്യുലർ ഫീച്ചർ ഇതാണ്. സ്ട്രാറ്റോസ്ഫിയറിൽ ശരിക്കും പറഞ്ഞാൽ ആ വിൻഡിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് കൂടുതലും ഹൊറിസോണ്ടൽ ആണ്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയറിലെ വെർട്ടിക്കൽ മൂവ്മെന്റ് ഓഫ് വിൻഡ് ഈസ് ആബ്സെന്റ്. അപ്പൊ വെർട്ടിക്കൽ മൂവ്മെന്റ്, എർത്തിന്റെ വെർട്ടിക്കൽ ഫ്ലോ ഇല്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. ഹൊറിസോണ്ടൽ ഫ്ലോ ആണ് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സർഫസിന് പാരലൽ ആയിട്ടുള്ള ഒരു വിൻഡ് ഫ്ലോ അല്ലെങ്കിൽ വിൻഡിന്റെ മൂവ്മെന്റ് ആണ്. സോ നമുക്ക് പറയാം ഈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കമ്പോണൻസ് തമ്മിലുള്ള distortions comparatively കുറവായിരിക്കും. That means turbulence of air is comparatively absent in the case of stratosphere. This ensures visibility as well as smooth travel for jet planes. നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു, ഇതൊരു ക്ലിയർ ലെയർ ആണ്. സോ അത് മാത്രമല്ല, ക്ലിയർ ലെയർ ആയത് കാരണം വിസിബിലിറ്റി കൂടുതലാണ്. സോ അത് കാരണം നമ്മൾ ഫ്ലൈറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ലെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതേ റീസൺ തന്നെയാണ് ഇവിടെയുള്ള ഓസോൺ ലെയറിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കാരണവും. കാരണം ഈ ഫ്ലൈറ്റ്സിൽ നിന്നും ഇജക്ട് ആവുന്ന നൈട്രജൻ അല്ലെങ്കിൽ ഈ പറയുന്ന നൈട്രജന്റെ കോമ്പൗണ്ട്സ് എന്ത് ചെയ്യും? നമ്മുടെ ഓസോൺ ലെയറിൽ വന്നിട്ട് നമ്മുടെ ഓസോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ ഓസോണിനെ എന്ത് ചെയ്യും? ഡിപ്ലീറ്റഡ് ആക്കും. ഓക്കെ, ഇനി ട്രോപ്പോസ്ഫിയറിൽ പറഞ്ഞ പോലെ സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിൽ ഒരു ബൗണ്ടറി ഉണ്ടാവും. ആ ബൗണ്ടറിനെ നമ്മൾ സ്ട്രാറ്റോപോസ് എന്ന് പറയും. ഇനി ഈ സ്ട്രാറ്റോപോസിലുള്ള പ്രത്യേകത, ഹിയർ ദ ടെമ്പറേച്ചർ neither increases or decreases with height. നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് മീസോസ്ഫിയർ. അപ്പൊ നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്താന്ന് നോക്കി, സ്ട്രാറ്റോസ്ഫിയർ എന്താന്ന് നോക്കി. ഇനി അടുത്ത ലെയർ എന്ന് പറയുന്നത് എന്താണ്? മീസോസ്ഫിയർ. അപ്പൊ the portion of atmosphere above stratosphere is known as mesosphere. ആണല്ലോ, ട്രോപ്പോസ്ഫിയറിന്റെ മുകളിലുള്ളത് സ്ട്രാറ്റോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ട് മേലെ ഉള്ളതാണ് മീസോസ്ഫിയർ. ഇനി അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫ്രം 50 കിലോമീറ്റർ ടു 80 കിലോമീറ്റർ. 50 കിലോമീറ്റർ വരേക്കും ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. അതിനകത്ത് 11 കിലോമീറ്റർ വരെ ട്രോപ്പോസ്ഫിയർ ആയിരുന്നു. ഇനി 50 തൊട്ട് 80 കിലോമീറ്റർ വരെ ഏതാണ്? മീസോസ്ഫിയർ ആണ്. സോ അത് സ്ട്രാറ്റോപോസിന്റെ എഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 30 കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, ഇനി ഈ മീസോസ്ഫിയറിലുള്ള എയറിന്റെ ഡെൻസിറ്റി എടുക്കുവാണെങ്കിൽ സീ ലെവലിലുള്ള എയറിന്റെ ഡെൻസിറ്റിന്റെക്കാളും 1/1000 ആയിരിക്കും.
ഓക്കെ. ഇനി മീസോസ്ഫിയർ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയോ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇനി എങ്ങനെയാണ് ഈ റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളത്? ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ മീസോസ്ഫിയറിൽ അയോണൈസേഷൻ പോസിബിൾ ആണ്. അതെങ്ങനെയാണ് ഇനി അയോണൈസേഷൻ പോസിബിൾ ആയിട്ടുള്ളത്? നമുക്ക് സണ്ണിൽ നിന്ന് വരുന്ന സണ്ണിന്റെ റേഡിയേഷൻസ് ഉണ്ടാവുമല്ലോ, അതിനെ നമുക്ക് ഇൻകമിങ് റേഡിയേഷൻസ് എന്ന് പറയാലോ. ഈ സണ്ണിൽ നിന്ന് വരുന്ന സൺലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെയർ വഴി പാസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ഇൻഡിവിജ്വൽ മോളിക്യൂൾസിനെ ചാർജ്ഡ് അയോൺസ് അല്ലെങ്കിൽ റാഡിക്കൽസ് ആയിട്ട് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഇങ്ങനെ അയോണൈസ് ചെയ്ത പാർട്ടിക്കിൾസ് എല്ലാം കൂടെ ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു സോൺ അല്ലെങ്കിൽ ഒരു സോണായിട്ട് ഒരു പെർട്ടിക്കുലർ റീജിയനിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യും. ആ ഒരു സോണിനെ നമുക്കൊരു ലെയർ ആയിട്ട് പറയുവാണെങ്കിൽ ദാറ്റ് ലെയർ ഈസ് നോൺ ആസ് ദ ഡി ലെയർ. അതായത് ഡി ലെയർ എന്ന് പറയുന്ന അപ്പൊ എന്താണ്? ഈ ഫ്രീ റാഡിക്കൽസ് എല്ലാം അയോണൈസ്ഡ് അയോൺസ് എല്ലാം എങ്ങോട്ടേക്ക് പോകും? ചാർജ്ഡ് അയോൺസ് ഒക്കെ ഈ മീസോസ്ഫിയറിൽ ഒരു ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കും. അതിനെ ഡി ലെയർ എന്ന് പറയും. ഈ ഡി ലെയറിന്റെ പ്രത്യേകത ഈ അയോണൈസ്ഡ് പാർട്ടിക്കിൾസ് ആയത് കാരണം തന്നെ അത് എർത്തിൽ നിന്ന് വരുന്ന റേഡിയോ വേവ്സിനെ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. എർത്തിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന റേഡിയോ വേവ്സിനെ ഈ ഡി ലെയർ റിഫ്ലക്ട് ചെയ്യും. സോ ആസ് എ റിസൾട്ട് ദിസ് ലെയർ ഈസ് യൂസ്ഡ് ഫോർ റേഡിയോ കമ്മ്യൂണിക്കേഷൻ. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മീസോസ്ഫിയറിനും ഒരു ബൗണ്ടറി ലൈൻ ഉണ്ട്. ആ ബൗണ്ടറി ലൈനിനെ നമ്മൾ മീസോപോസ് എന്ന് പറയും, which is formed around the mesosphere. ഈ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഈ ഒരു ബോർഡറിൽ ടെമ്പറേച്ചർ ഈസ് സ്റ്റേബിൾ. അറ്റ്മോസ്ഫിയറിന്റെ നാലാമത്തെ ലെയർ ആണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി എന്താണ് തെർമോസ്ഫിയർ അല്ലെങ്കിൽ തെർമോസ്ഫിയർ എവിടെയാണ് കാണപ്പെടുന്നത്? മീസോസ്ഫിയറിന്റെ മുകളിലാണ് തെർമോസ്ഫിയർ കാണപ്പെടുന്നത്. അപ്പൊ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം 80 കിലോമീറ്റർ ടു 60,000 കിലോമീറ്റർ ഫ്രം ദ എർത്ത് അല്ലേ? നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ 80ൽ നിന്നും എർത്തിൽ നിന്നും 60,000 കിലോമീറ്റർ വരേക്കും എക്സ്റ്റെൻഡ് ചെയ്യും. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എന്തായിരിക്കും റീസൺ? നേരത്തെ പറഞ്ഞപ്പോൾ അതേ റീസൺ തന്നെയാണ്. ഇവിടെ ഒരുപാട് അയോൺസ് അബൻഡന്റ് ആണ് തെർമോസ്ഫിയറിൽ. അപ്പൊ ഈ ഒരു അയോൺസിന്റെ പ്രോപ്പർട്ടി കാരണം അല്ലെങ്കിൽ സൺലൈറ്റ് വന്ന് ഇവിടെയുള്ള മോളിക്യൂൾസിനെ ഫ്രീ റാഡിക്കൽസ് ആയിട്ട് റിലീസ് ചെയ്യും. സോ അത് കാരണം ഒരുപാട് അയോൺസ് അവൈലബിൾ ആണ്. അപ്പൊ ഈ അയോൺസ് ശരിക്കും നേരത്തെ ഡി ലെയർ എന്ന് പറഞ്ഞ ഫോം ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് അയോണൈസ്ഡ് ലെയേഴ്സ് കാണപ്പെടാറുണ്ട്, ഇയും എഫ് ലെയേഴ്സും. സോ രണ്ട് അയോണൈസ്ഡ് ലെയേഴ്സ് കാണപ്പെടാറുണ്ട്. ഇത് എന്ത് ചെയ്യും? നമ്മുടെ റേഡിയോ വേവ്സ്, എർത്തിൽ നിന്ന് വരുന്ന റേഡിയോ വേവ്സിനെ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. ഇനി ഈ ഒരു തെർമോസ്ഫിയറിന്റെ മറ്റൊരു പ്രത്യേകത ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്തൊക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്താണോ കൂടി ഇങ്ങനെ വരുന്നു, അതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ. പക്ഷെ ഈ തെർമോസ്ഫിയറിന്റെ കേസിൽ ഹിയർ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ടു അബൌട്ട് 2000 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ എവിടം വരെ പോവും? ഇത് 2000 ഡിഗ്രി സെൽഷ്യസ് വരെ പോവും. ഇനി അപ്പർ തെർമോസ്ഫിയറിനെ നമ്മൾ മാഗ്നറ്റോസ്ഫിയർ എന്നാണ് പറയപ്പെടുന്നത്. ഇനി തെർമോസ്ഫിയറിന് ഇനി ഒരു ബൗണ്ടറി ലൈൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ലെയർ എന്ന് പറഞ്ഞ് ഡിഫൈൻഡ് അല്ല, ബിക്കോസ് ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഇൻ ടു ദ ഔട്ടർ സ്പേസ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അറ്റ്മോസ്ഫിയറും അതിന്റെ കറസ്പോണ്ടിങ് ലെയേഴ്സിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഓസോൺ ലെയർ ആണ്. അപ്പൊ എന്താണ് ഓസോൺ ലെയർ? നമ്മൾ നേരത്തെ സ്ട്രാറ്റോസ്ഫിയർ പറഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു ഓസോൺ എവിടെയാണ് കാണപ്പെടുന്നത്, അപ്പോൾ ഓസോണിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്. സോ അതിന്റെ ഓസോൺ ലെയർ നമ്മൾ ഓസോണോസ്ഫിയറിലുണ്ട്, അവിടെയാണ് മാക്സിമം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. 22 കിലോമീറ്റേഴ്സ് ഫ്രം ഗ്രൗണ്ട് ലെവൽ ആണ്. അതിന്റെ കോൺസെൻട്രേഷൻ 10 ppm ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി നമുക്കറിയാം ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഓസോൺ ലെയർ ഈസ് ബിക്കമിങ് തിൻ അല്ലേ? അപ്പൊ ഈ ഓസോൺ ലെയർ തിന്നാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ അത് പറയണില്ല, കാരണം സ്ട്രാറ്റോസ്ഫിയറിൽ നമ്മൾ ഓൾറെഡി ആ പോയിന്റ് പറഞ്ഞു പോയതാണ്. അപ്പൊ നമ്മൾ ഓസോൺ ലെയറിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ആദ്യം ഓസോൺ ലെയർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. ഇനി എങ്ങനെ ഫോം ചെയ്യുന്നത് നോക്കിയതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് അത് ഡിപ്ലീറ്റഡ് ആവുന്നതെന്നും കൂടെ നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ, എങ്ങനെയാണ് ഓസോൺ ഫോം ചെയ്യുന്നത്?
ഓസോൺ സാധാരണ ഫോം ചെയ്തത് ഓക്സിജൻ സൈക്കിൾ വഴിയാണ് ഓസോൺ ഫോം ചെയ്യുന്നത്. സോ ഇതിന്റെ ആദ്യത്തെ പോർഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ് കേട്ടോ. ഓസോണിന്റെ കറസ്പോണ്ടിങ് കോൺസെൻട്രേഷൻ 22 കിലോമീറ്റേഴ്സ് ഫ്രം ദ ഗ്രൗണ്ട് ആണ് കാണപ്പെടുന്നത്. സോ അത് ആ ഒരു ലെയറിൽ maximum concentration is 10 ppm. Beyond this, it ranges from 2 to 8 ppm. The level of ozone is maintained at this level by ozone oxygen cycle. എന്താണ് സണ്ണിൽ നിന്ന് വരുന്ന UV റേഡിയേഷൻസ്, അൾട്രാവയലറ്റ് റേഡിയേഷൻസ് എന്ത് ചെയ്യും? ഓക്സിജൻ മോളിക്യൂൾസ്, അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ മോളിക്യൂൾസിൽ സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ട് അതിനെ 2 ഇൻഡിവിജ്വൽ ആറ്റംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. That is O plus O. Okay. 2 ഇൻഡിവിജ്വൽ ആറ്റംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇനി എന്ത് സംഭവിക്കും? ഈ പ്രൊഡ്യൂസ് ചെയ്ത ഓക്സിജൻ ആറ്റം വേറൊരു ഓക്സിജൻ മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ഓസോൺ ലെയർ ഫോം ചെയ്യും. So this is how an ozone layer is formed in the stratosphere. അപ്പൊ ഇനി ഓസോൺ ലെയർ എങ്ങനെ ഫോം ചെയ്തു എന്ന് മനസ്സിലായി. അപ്പോൾ സാധാരണഗതിയിൽ ഓസോൺ ലെയർ എങ്ങനെയാ ഡിപ്ലീറ്റ് ആവുന്നതെന്നും കൂടെ ഒന്ന് റഫായിട്ട് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസസ്, ഫോർ എക്സാമ്പിൾ AC, റെഫ്രിജറേറ്റേഴ്സ്, ഇങ്ങനെയുള്ള ഡിവൈസസിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് പ്രോഡക്ട്സിൽ നിന്നും ക്ലോറോ ഫ്ലൂറോ കാർബൺസ് എന്ന് പറയുന്ന ഒരു പൊല്യൂട്ടൻ എജക്റ്റ് ആവാറുണ്ട്. ഇനി ഈ ഒരു ക്ലോറോ ഫ്ലൂറോ കാർബൺസ് എന്നൊക്കെ പറയുന്ന ഈ പൊല്യൂട്ടൻ അറ്റ്മോസ്ഫിയറിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓസോൺ ലെയർ ഡെസ്ട്രോയ് ചെയ്യും. സാധാരണ ഒരു അനാലിസിസ് ഇതേപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്തപ്പം മനസ്സിലാകാൻ പറ്റിയ ഒരു കാര്യം ഇതാണ്. ഒരു ക്ലോറിൻ മോളിക്യൂൾ can destroy 1 lakh ozone molecule when it stays in stratosphere. അപ്പോൾ as on date, the ozone layer has been weakened considerably due to the presence of CFC. അപ്പോൾ ഇതേ പറ്റിയിട്ട് ഉള്ള ഡീറ്റെയിൽസ് അടുത്ത സ്ലൈഡിൽ നമ്മൾ നോക്കും. നേരത്തെ നമ്മൾ എങ്ങനെയാണ് ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്യുന്നതെന്നൊരു വേഗ് ഐഡിയ പറഞ്ഞിരുന്നു. ഇനി ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്യാനായിട്ട് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ ക്യാൻ ബി ഡൺ ബൈ ഐദർ CFC ഓർ BFC. എന്താണ് CFC, എന്താണ് BFC? CFC എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. BFC എന്ന് പറയുന്നത് ബ്രോമൈഡ് ഫ്ലൂറോ കാർബൺ ആണ്. സോ CFCയും BFCയും ശരിക്കും സ്റ്റേബിൾ എലമെൻറ്റ്സ് ആണ്, അറ്റ്മോസ്ഫിയറിലുള്ള സ്റ്റേബിൾ എലമെൻറ്റ്സ് ആണ്, വിച്ച് ഹാസ് ദ പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ലോങ്ങർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CFC BFC പോലെയുള്ള സ്റ്റേബിൾ കോമ്പൗണ്ട്സ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ലോങ് ലൈഫായിരിക്കും. അപ്പോൾ ഏകദേശം 50 വർഷം തൊട്ട് 100 വർഷം വരേക്കും ഈ പറയുന്ന കോമ്പൗണ്ട്സ് എവിടെ തന്നെ ഉണ്ടാവും? ഈ സ്ട്രാറ്റോസ്ഫിയറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവും. അപ്പോൾ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ അതെന്ത് ചെയ്യും? നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിൽ വന്ന് അറ്റ്മോസ്ഫിയറിൻ്റെ ട്രോപ്പോസ്ഫിയർ അവിടെ നിന്ന് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് കയറും. അവിടെയാണല്ലോ ഓസോൺ ഉള്ളത്. അപ്പോൾ ഈ UV റേഡിയേഷൻസ് കാരണം ഈ UV റേഡിയേഷൻസ് ഇതിലേക്ക് വന്ന് വീണിട്ട് CFC BFC പോലെയുള്ള കോമ്പൗണ്ട്സിൽ വന്ന് വീണിട്ട് അതിനെ എന്ത് ചെയ്യും? അതിൽ നിന്നും ക്ലോറിൻ ആസ് വെൽ ആസ് ബ്രോമിൻ റാഡിക്കൽസ് ഈസ് റിലീസ്ഡ്. ഓക്കെ. അപ്പോൾ ഈ റാഡിക്കൽസിനെ അതെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞുവല്ലോ, കോമ്പൗണ്ട്സ് നേരത്തെ പറഞ്ഞിരുന്നു, കോമ്പൗണ്ട്സ് എന്ത് ചെയ്യും? അതിനെ അയോണൈസ് ചെയ്യും. അയോണൈസ് ചെയ്തിട്ട് ഫ്രീ റാഡിക്കൽസ് ആയിട്ട് അതിനെ റിലീസ് ചെയ്യും. ഈ റാഡിക്കൽസ് ശരിക്കും കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യും? ഓസോൺ മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ ഒരു സിംഗിൾ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ റാഡിക്കൽ ക്യാൻ ബ്രേക്ക് ഡൗൺ അറ്റ്ലീസ്റ്റ് 1 lakh ഓസോൺ മോളിക്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സിംഗിൾ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ റാഡിക്കൽ 1,00,000 ഓസോൺ മോളിക്യൂൾസിനെ എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ മേജർ ഡിഫക്റ്റ്. ഇനി ഡിപ്ലീഷൻ നേരത്തെ പറഞ്ഞ ക്ലോറിൻ ആൻഡ് ബ്രോമിൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ റാഡിക്കൽസ് മാത്രമല്ല കാരണം. ഇനി നൈട്രിക് ഓക്സൈഡ് ഒരു കാരണം തന്നെയാണ്. അപ്പം നൈട്രിക് ഓക്സൈഡ് എന്ത് ചെയ്യും? ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യും. അപ്പം നമുക്കറിയാം 1 molecule ഓഫ് നൈട്രിക് ഓക്സൈഡ്, അതായത് നൈട്രിക് ഓക്സൈഡിൻ്റെ ഒരു മോളിക്യൂൾ ഓസോണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? നൈട്രജൻ ഓക്സൈഡും ഓക്സിജനും ഫോം ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓസോണിനെ എന്ത് ചെയ്യാണ്? ഈ ഓസോണിനെ ഇതെടുത്ത് അങ്ങ് ഡീകമ്പോസ് ചെയ്യാണ്. ഇനി NO2 എന്ത് ചെയ്യും? എഗെയിൻ വീണ്ടും ഒരു ഓസോണിനെ എടുത്ത് എന്ത് ചെയ്യും? അത് നൈട്രേറ്റും ഓക്സിജനുമായിട്ട് റിലീസ് ചെയ്യും. ഇനി ഈ
NO2ഉം NO3 ഇവിടെ ഫോം ചെയ്ത NO2 ഇവിടെ NO2 ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഫോം ചെയ്യുന്നത്. ഈ NO2ഉം NO3യും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? N2O5 ഫോം ചെയ്യും. ഇറ്റ് ഈസ് ഡൈനൈട്രജൻ പെൻഡോക്സൈഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ഒരു കെമിക്കൽ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. ഈ ഓരോ കെമിക്കൽ റിയാക്ഷൻസിലും അതെന്ത് കൺസ്യൂം ചെയ്യുന്നുണ്ട്? ഓസോൺ O3 എന്ന് പറയുന്ന ഓസോൺ ലെയർ മോളിക്യൂൾസിനെ എന്ത് ചെയ്യും? അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ഓസോൺ ലെയറിനകത്തുള്ള ഓസോണിൻ്റെ കോൺസെൻട്രേഷൻ ഈസ് ഗെറ്റിംഗ് ഡിപ്ലീറ്റഡ് ഫാസ്റ്റ്ലി. ഇനി നമുക്കറിയാം സ്ട്രാറ്റോസ്ഫിയറിലാണ് ഈ ഓസോൺ ഉള്ളത്. അപ്പോൾ ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലെങ്കിൽ ആ ഒരു ലെയർ വഴിയാണ് എയർക്രാഫ്റ്റും കാര്യങ്ങളും ഫ്ലൈ ചെയ്യുന്നത്. സോ ഈ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുമ്പോൾ അത് കുറച്ച് പൊല്യൂഷൻസ് ഇതൊക്കെ ഉണ്ടാവും. സോ ഇറ്റ് വിൽ റിലീസ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് നൈട്രജൻ. അപ്പോൾ നൈട്രജൻ റിലീസായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഞാൻ ഈ പറഞ്ഞ പോലെ എഗെയിൻ ഈ നൈട്രജൻ ഡീകമ്പോസ് ചെയ്യും. ഏതിനെ ഡീകമ്പോസ് ചെയ്യും? നമ്മുടെ ഓസോൺ ലെയറിനെ ഡീകമ്പോസ് ചെയ്തിട്ട് ഓസോണിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ ഡിപ്ലീറ്റഡ് ആക്കും. ഓക്കെ, ഇനി ഗ്രീൻ ഹൗസ് എഫക്റ്റ്. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് നോക്കാം. The physical process that take place in the troposphere responsible for the weather and climate of that particular space. അല്ലേ? അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ നടക്കുന്ന ഫിസിക്കൽ പ്രോസസ്സ് എന്തൊക്കെയാണോ അതൊക്കെയാണ് അവിടെയുള്ള ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിലുള്ള വെതറിനെയും ക്ലൈമറ്റിനുമൊക്കെ കാരണമാകുന്നത്. ഈ പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഫിസിക്കൽ പ്രോസസ്സ് എല്ലാം നമ്മൾ മെട്രോളജിയിലാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ബേസിസ് എന്താണെന്ന് അറിയണമെങ്കിൽ മെട്രോളജിയുടെ കുറച്ച് കൺസെപ്റ്റ്സും കാര്യങ്ങളും നമുക്ക് നോക്കണം. അപ്പോൾ അതെടുക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം സണ്ണിൽ നിന്നും രണ്ട് റേഡിയേഷൻസ് സോളാർ റേഡിയേഷൻസ് എടുക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഇത് വരും. ഒന്നെന്ന് പറയുന്നത് സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേഷനും പിന്നെ ഔട്ട് ഗോയിങ് റേഡിയേഷൻ, നമ്മൾ ഭൂമിയിൽ വന്ന് വീണിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേഡിയേഷൻസ്. സോ വി ക്യാൻ സേ ലൈക്ക് ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് സോളാർ റേഡിയേഷൻസ് അവൈലബിൾ ആണ്. ഇനി എന്താണ് ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ എന്ന് നോക്കാം. അപ്പോൾ പേരിനകത്ത് തന്നെയുണ്ട് ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ സണ്ണിൽ നിന്നും എർത്തിലേക്ക് വരുന്ന റേഡിയേഷൻസിനെയാണ് നമ്മൾ ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻകമ്മിങ് സോളാർ റേഡിയേഷനെ എനിക്ക് ഇൻസുലേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ സണ്ണിൽ നിന്ന് വരുന്ന സോളാർ റേഡിയേഷൻസ് കാരണം നമ്മുടെ എർത്ത് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസ് എന്താവും? ഹീറ്റ് ആവും. സോ വി ക്യാൻ സേ ലൈക്ക് അറ്റ്മോസ്ഫിയർ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ സോളാർ മെഗാ ഹീറ്റ് എഞ്ചിനായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ ഈ ഒരു സണ്ണിൽ നിന്നുള്ള എനർജി എടുത്ത് ഇതിനകത്ത് എയറിനകത്ത് തന്നെ ഒരുപാട് എയർ മൂവ്മെൻറ്റ്സ് നടക്കും. ഫോർ എക്സാമ്പിൾ ലൈക്ക് സ്റ്റോംസ്, സൈക്ലോൺസ്, ഇവാപ്രേഷൻ, ക്ലൗഡ് ഫോർമേഷൻ, പ്രസിപ്പിറ്റേഷൻ, ഇതെല്ലാം അല്ലെങ്കിൽ ഇതിനെയെല്ലാം ഡ്രൈവ് ചെയ്യുന്ന എന്താണ്? സോളാർ റേഡിയേഷനാണ്, ഇൻകമ്മിങ് സോളാർ റേഡിയേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഇൻകമ്മിങ് ആയിട്ടുള്ള സോളാർ റേഡിയേഷനിൽ എന്തൊക്കെ ഉണ്ടാവും? എക്സ്റേ ഉണ്ട്, ഗാമ, UV, വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്സ്, റേഡിയോ വേവ്സ് എല്ലാം ഉണ്ട്. ഇതിനകത്ത് അൾട്രാ വയലറ്റും ഇൻഫ്രാറെഡ് റേസും കൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 95% ആണ്. ബാക്കിയുള്ള റേസ് 5% ആണ്. ഇനി ഇങ്ങനെ വരുന്ന സോളാർ റേഡിയേഷനിൽ ഓൺലി 2 ബില്യൺത്ത് ഓഫ് സോളാർ റേഡിയേഷൻ റീച്ചസ് ദ എർത്ത്. അതിൽ തന്നെ ഒരു ചെറിയൊരു പോർഷനാണ് നമ്മുടെ എർത്തിലുള്ള ഫിസിക്കൽ ആസ് വെൽ ആസ് ബയോളജിക്കൽ പ്രോസസ്സിന് കാരണമാകുന്നത്. ഇനി ഇങ്ങനെ ഇൻകമ്മിങ് റേഡിയേഷൻസ് അറ്റ്മോസ്ഫിയർ വഴി ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കറിയാം എന്തായാലും അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. സോ എ പാർട്ട് ഓഫ് റേഡിയേഷൻ ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ബൈ ദ ക്ലൗഡ്സ് എന്ത് ചെയ്യും? അതിലൊരു പാർട്ട് ഓഫ് റേഡിയേഷൻ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ചിലതിനെ എന്ത് ചെയ്യും? സ്കാറ്റർ ചെയ്യും. ചിലതിനെ അബ്സോർബ് ബാക്ക് ബൈ ദ ഗ്യാസസ്, അതേപോലെ അവിടെയുള്ള പാർട്ടിക്കിൾസൊക്കെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ സ്കാറ്റേർഡ് റേഡിയേഷൻ ഇങ്ങനെ പല ഡിറക്ഷനിലായിട്ട് സ്കാറ്റേർഡ് ആയിട്ടുള്ള റേഡിയേഷൻ പിന്നീട് എർത്തിൽ റീച്ച് ചെയ്യും. അങ്ങനെയുള്ള റേഡിയേഷനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഡിഫ്യൂസ്ഡ് റേഡിയേഷൻ. ഇനി ഈ സ്കാറ്റേർഡ് റേഡിയേഷനെയാണ് ഡിഫ്യൂസ്ഡ് റേഡിയേഷൻ എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സർഫസ് ക്യാരക്ടറിസ്റ്റിക്. ഒരു സർഫസ് ക്യാരക്ടറിസ്റ്റിക്കിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള അല്ലെങ്കിൽ സർഫസ് ക്യാരക്ടറിസ്റ്റിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഡിഫ്യൂസ്ഡ് റേഡിയേഷൻ അറൈസ് ചെയ്യുന്നത്. സോ ഇതിനെ ബേസ് ചെയ്ത് എ സബ്സ്റ്റാൻഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് റേഡിയേഷൻ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യും ബേസ്ഡ് ഓൺ ദ സർഫസ് ക്യാരക്ടറിസ്റ്റിക്.
ആ ഒരു റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതായത് ഇൻകമ്മിങ് ആയിട്ടുള്ള സോളാർ റേഡിയേഷൻ്റെ ഒരു പോർഷൻ based on the surface characteristic it will be reflected back, which is known as albedo. അപ്പോൾ ആൽബിഡോ ഞാൻ പറഞ്ഞു ഏതിനെ ബേസ് ചെയ്തിട്ടാണ്, ആ ലൊക്കേഷനിൽ സർഫസ് ക്യാരക്ടറിസ്റ്റിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ സണ്ണിൽ നിന്നും സൺലൈറ്റ് എമിറ്റ് ചെയ്യും, എന്നിട്ട് എമിറ്റ് ചെയ്യുന്ന സൺലൈറ്റിനെ നമ്മൾ അബ്സോർബ് ചെയ്യും, അതാണ് ഇൻകമ്മിങ് റേഡിയേഷൻ. അതിനെ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ എമിറ്റ് ചെയ്യും. അപ്പോൾ ഇത് തമ്മിലൊരു റേഡിയേഷൻ ബാലൻസ് ജനറേറ്റ് ചെയ്യും. ഇനി it is estimated that only 31% of the sun's radiation directly reaches the earth's surface to direct radiation. അപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഡിഫ്യൂസ്ഡ് റേഡിയേഷൻ പറഞ്ഞു. അപ്പോൾ ഇനി ഡയറക്റ്റ് സണ്ണിൻ്റെ റേഡിയേഷൻ കാരണം ഒരു 31% സണ്ണിൻ്റെ റേഡിയേഷൻസിൽ ഒരു 31% മാത്രമേ ഭൂമിയിൽ എത്തുന്നുള്ളൂ. അതിൽ തന്നെ 30% തന്നെ, 31-ൽ 30% അറ്റ്മോസ്ഫിയർ തന്നെ എന്ത് ചെയ്യും, ഔട്ടർ സ്പേസിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുക ചെയ്തത്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ക്ലൗഡ്സ് ഒരു 25% റിഫ്ലക്റ്റ് ചെയ്യും, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒരു 5% റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എബൌട്ട് 17% ഓഫ് റേഡിയേഷൻ ഈസ് അബ്സോർബ് ബൈ ക്ലൗഡ്സും ഗേഷ്യസ് മോളിക്യൂൾ. അപ്പോൾ ഈ വരുന്നതിൻ്റെ പ്രൊപ്പോർഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞു ഡിഫ്യൂസ് റേഡിയേഷൻ ഈസ് കോസ്ഡ് ബൈ സ്കാറ്റേർഡ് റേഡിയേഷൻ ആണ്. അങ്ങനെ വരുന്ന റേഡിയേഷൻസ് വെറും 22% മാത്രമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സ്കാറ്റേർഡ് റേഡിയേഷൻസിൽ, അതായത് അങ്ങനെ എർത്തിൻ്റെ സർഫസിൽ ടച്ച് ചെയ്യുന്ന സ്കാറ്റേർഡ് റേഡിയേഷൻസ് എന്ന് പറയുന്നത് അവിടെ വരുന്നതിൻ്റെ 22% മാത്രമാണ്. അതിനെയാണ് നമ്മൾ നേരത്തെ ഡിഫ്യൂസ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നമുക്ക് ഓൾ ടുഗദറായിട്ട് ഇങ്ങനെ പറയാം, സൺസ് റേഡിയേഷൻ്റെ ഒരു 53%, അതായത് 53 എന്ന് പറയുന്നത് 31 ഡയറക്റ്റും 22 ഡിഫ്യൂസും. Altogether we will get 53% of sun's radiation reaches the earth. ഓക്കെ, ഇതിൽ പല പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചങ്ങോട്ട് തന്നെ റിഫ്ലക്റ്റും ചെയ്യുന്നുണ്ട്. ഇനി ഔട്ട് ഗോയിങ് റേഡിയേഷൻ. അപ്പോൾ ഈ വരുന്ന റേഡിയേഷൻസ് എല്ലാം നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ തന്നെ റിറ്റെയിൻ ചെയ്താൽ പ്ലാനറ്റ് എന്താവും, ഹോട്ടാവും. അപ്പം നമുക്ക് താമസിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, എർത്തിൻ്റെ സർഫസിൽ വന്ന് ഇത് ഹീറ്റ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യുന്നു, ഇത് റിഫ്ലക്റ്റ് ചെയ്യും കുറച്ച് എനർജി. അപ്പോൾ ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന എനർജി ഹീറ്റ് എനർജി ആയിട്ട് അതെങ്ങോട്ട് പോവും, നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ അപ്പർ ലെയേഴ്സിലേക്ക് പോവും. അത് കണ്ടക്ഷൻ വഴിയും കൺവെക്ഷൻ വഴിയും പോവും. ഇങ്ങനെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ലോങ് വേവ് റേഡിയേഷൻ. അതുകൊണ്ടാണ് നമ്മളതിന് ഔട്ട് ഗോയിങ് റേഡിയേഷൻ എന്ന് പറയുന്നത്. സൺസ് റേഡിയേഷനാണ്, അതിൻ്റെ ആ ഒരു സ്പീഡിൽ വന്ന് ഇവിടെ ഇടിച്ചു കഴിഞ്ഞാൽ സർഫസ് ഹീറ്റായിട്ട് അതെന്ത് ചെയ്യും, തിരിച്ച് അതേ സ്പീഡിന് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ലോങ് വേവ് റേഡിയേഷൻ. സോ അറ്റ്മോസ്ഫിയറിലെ പല ലെയേഴ്സ് വഴി അത് കയറിപ്പോവും, തിരിച്ച് അങ്ങോട്ട് ഔട്ടർ സ്പേസിലേക്ക് പോവുക ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വെതറാണ്. അപ്പം നമുക്കറിയാം എന്താണ് വെതർ. അപ്പോൾ ഈ റേഡിയേഷൻസ് എർത്തിൻ്റെ സർഫസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടോപ്പ് ലെയർ എന്താവും, ഹീറ്റപ്പ് ആവും എന്നറിയാം. അങ്ങനെ ഹീറ്റ് എനർജി, അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഹീറ്റ് എനർജി ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള ലെയേഴ്സിലേക്ക് എന്ത് ചെയ്യും, അത് ട്രാൻസ്ഫർ ചെയ്യും ത്രൂ കണ്ടക്ഷൻ ആസ് വെൽ ആസ് റേഡിയേഷൻ. അപ്പം ഈ ഒരു കാരണം അങ്ങനെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമല്ലോ. ഇനി ഈ റേഡിയേഷൻസിൻ്റെ എഫക്റ്റ് കാരണവും അതേപോലെ എർത്തിൻ്റെ മൂവ്മെൻറ്റ് കാരണവും നമ്മുടെ എയർ, അറ്റ്മോസ്ഫിയറിലുള്ള എയർ എന്ന് പറയുന്നത് വേർട്ടിക്കലി ആസ് വെൽ ആസ് ഹൊറിസോണ്ടലി എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ആ എയറിൻ്റെ മൂവ്മെൻറ്റ് കാരണമാണ് എന്തുണ്ടാവുന്നത്, വെതർ കണ്ടീഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സാധാരണ വെതർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനാണ് വിച്ച് എക്സിസ്റ്റ് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ ആൻഡ് ക്യാൻ എക്സ്റ്റെൻഡ് ഫ്രം ഫ്യൂ അവേഴ്സ് ടു ഫ്യൂ ഡേയ്സ് എന്ന് പറയാം. അപ്പോൾ ചില സമയത്ത് ഈ അറ്റ്മോസ്ഫിയറിക് വെതർ കണ്ടീഷൻ അത് ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും, ലൈക്ക് മന്ത്സ്. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ക്ലൈമറ്റ് എന്ന് പറയും. നമ്മൾ വിൻ്റർ, സമ്മർ എന്നൊക്കെ പറയില്ലേ. സോ അതേപോലെ ഈ വെതർ കണ്ടീഷൻസ് നമ്മൾ പഠിക്കുമ്പം 1-2 പാരാമീറ്റേഴ്സും കൂടി നമ്മളൊന്ന് നോക്കിപ്പോണം. അപ്പോൾ അതിൽ വരുന്നതാണ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രസിപ്പിറ്റേഷൻ എന്നൊക്കെ പറയണത്. അപ്പോൾ എന്താണ് ടെമ്പറേച്ചർ എന്നും കൂടി ഒന്ന് നമുക്ക് നോക്കിപ്പോവാം. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹീറ്റ് സെൻസ് ചെയ്യുന്നതിൻ്റെ ഇൻഡെക്സ് ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എയറിന്
കൈനറ്റിക് എനർജി കിട്ടും അല്ലേ? എയർ മോളിക്യൂൾസിൽ കൈനറ്റിക് എനർജി കിട്ടും. സോ എയർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ എയറിലുള്ള എയർ ആസ് വെൽ ആസ് വാട്ടർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, അതിൻ്റെ കറസ്പോണ്ടിങ് ലൊക്കേഷൻസിൽ നിന്നും ഡിസ്ലൊക്കേറ്റ് ആവും. എന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തുടങ്ങും. സോ വിച്ച് റിസൾട്ട്സ് ഇൻ വൈബ്രേഷൻസ്. അപ്പോൾ സോളിഡ് പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള വൈബ്രേഷൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ദ സ്പീഡ് അറ്റ് വിച്ച് വൈബ്രേഷൻ ഒക്കേഴ്സ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ നമുക്ക് ഹൊറിസോണ്ടലി വെർട്ടിക്കലി വേരി ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് വെർട്ടിക്കലി ആണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ആസ് എ ഓൾട്ടിറ്റ്യൂഡ് വേരിയേഷൻ. നമ്മൾ ഓൾറെഡി അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നു, ഓരോ ലെയേഴ്സിൽ എങ്ങനെയാണ് അത് വേരി ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇനി ഹൊറിസോണ്ടൽ വേരിയേഷൻ എടുക്കുവാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓരോ ടൈം അവേഴ്സ് ഓഫ് ദ ഡേനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് സണ്ണിൻ്റെ ലൈറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്, ഓരോ ടൈമിലും ഓരോ രീതിയിലല്ലേ കിട്ടുന്നത്. ഇൻസുലേഷൻ, ഇൻകമ്മിങ് സോളാർ റേഡിയേഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഡിസ്റ്റൻസ് ഫ്രം ഇക്വേറ്റർ, അതേപോലെ എർത്ത് സർഫസ് ആൻഡ് ടിൽറ്റ് ഓഫ് ദ ആക്സസ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. താങ്ക് യു.